slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, this and that. Spitting slow, spitting fast. I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Gonna learn the consequence of being incompetent. Mental health is confidence, dreams and some modestness. I'm not here to save the day, that's for you to take away. I could play a million mind games, but instead I say something not illogical, something that is. പ്രിയമുള്ളവരെ, ഇത് ഇങ്ങനെ കാണിച്ചത് അന്യമതസ്ഥരുടെ ആചാരങ്ങൾ അത് ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടരുക തന്നെ ചെയ്യും എന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷം മുൻപ് പറഞ്ഞു കഴിഞ്ഞതാണ്. അത് ഇന്ന് പുലർന്നുകൊണ്ടേയിരിക്കുകയാണ്. ചില ആളുകൾ കൊണ്ടുവരുന്ന ചില ആചാര അനുഷ്ഠാനങ്ങൾ അതേപടി അവരുടെ മതത്തിലേക്ക് അവർ പുതുതായിട്ട് കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിൽ ഒരു തരത്തിലുള്ള വിശദീകരണമോ അല്ലെങ്കിൽ അതിനുള്ള തെളിവുകളോ ഇല്ലാത്ത, എന്നാൽ മറ്റു പല ആളുകളും ഉറഞ്ഞു തുള്ളുന്ന രൂപത്തിലേക്കുള്ള ചില കാര്യങ്ങൾ, മുസ്ലിം നാമധാരികളായ ചില ആളുകൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഇതിന് ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളത് പറയാൻ ഇവിടെ ഒരു മടിയുമില്ല. ഇത് നമ്മൾ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇസ്ലാമിന് ഈ ഒരു കാര്യവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? കുത്ത് റാത്തീബ് എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ മേലിൽ കൂടെ കുത്തി വരഞ്ഞുകൊണ്ട് രക്തം അത് ഒഴുക്കിക്കൊണ്ട്, അനാവശ്യമായി ശരീരത്തിൽ ക്രീഡകൾ ചെയ്തുകൊണ്ട്, അത് തരികിടയിലൂടെ ചെയ്യുന്നവരുണ്ട്. മാജിക് രൂപത്തിൽ നമ്മുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് കൺകെട്ട് നടത്തിക്കൊണ്ട് ചെയ്യുന്നവരുണ്ട്. അതല്ലാതെ സ്വന്തം ശരീരം വെട്ടിക്കീറുന്ന ആളുകളുമുണ്ട്. ഇതിന് ഇസ്ലാമിൽ എന്ത് ബന്ധമാണ് സഹോദരന്മാരെ ഉള്ളത്? ഒരു ബന്ധവുമില്ല എന്നുള്ളതാണ് പറയുവാനുള്ളത്. അപ്പോൾ അപ്പുറത്ത് കാണുന്നതും ഇപ്പുറത്ത് കാണുന്നതും ഒന്ന് തന്നെയാണ്. ഒരു ഭാഗത്തുള്ളത് ഇസ്ലാമല്ല, മറുഭാഗത്തുള്ളത് മുസ്ലിം നാമധാരികളും വേഷധാരികളും ആണെങ്കിലും അതിനും ഇസ്ലാമുമായിട്ടൊരു ബന്ധമില്ല എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് രണ്ടും കൂടി കാണിച്ചത്. മനസ്സിലായെങ്കിൽ അതൊന്ന് അറിയിക്കുക, മനസ്സിലായില്ലെങ്കിൽ അതും ഒന്ന് കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കുക ഇൻഷാ അല്ലാഹ്. ഏതായാലും ഒരു തൗഹീദി പ്രഭാഷണം ഇതിൻ്റെ ബാക്കിൽ ചേർക്കുന്നത് കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തഖ്ലീമുൽ അൾഫാർ, നഖം വെട്ടുക എന്നതാണ്. അത് സുനനുൽ ഫിത്രയിൽ പെട്ടതാണ്. നഖം നീട്ടി വളർത്താതെ വെട്ടി ചെറുതാക്കുക. നഖം വെട്ടുമ്പോൾ അധികരിപ്പിക്കരുത്, മാംസം പിന്നെ വല്ലാതെ. ചോദ്യം, വമാ ദീനുക, നിന്റെ ദീൻ ഏതാണ്? എന്താണ് അതിൻ്റെ ഉത്തരം? ദീനി അൽ ഇസ്ലാം, എൻ്റെ ദീൻ ഇസ്ലാമാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ഡിതന്മാരിൽ ചിലർ വിശദീകരിച്ചു, ഇസ്ലാം എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്, 3 അടിത്തറകളാണത്. പല ഹദീസുകളിലും അത് സൂചനയായി വന്നിട്ടുണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങളാണ്, 3 അടിത്തറകൾ ഇസ്ലാമിലുണ്ട്. ഒന്നാമത്തെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഏകത്വം അംഗീകരിക്കുക എന്നതാണ്. അല്ലാഹുവിനെ മാത്രം ദുആ ചെയ്യുക, അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക, അല്ലാഹുവിൽ മാത്രം ബരമേൽപ്പിക്കുക. അതാണ് ഒന്നാമത്തെ ഭാഗം, തൗഹീദ്. ഇസ്ലാമിലെ ഒന്നാമത്തെ കാര്യം അതാണ്.
രണ്ടാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കലാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് ഷഹാദത്ത് കലിമ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഒന്നാമത്തേത് തൗഹീദാണ്, രണ്ടാമത്തേത് ഇത്തിബാഅ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റലാണ്. മൂന്നാമത്തെ കാര്യം, അതാണ് ഞാൻ കുറച്ച് ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇസ്ലാമിൻ്റെ പേരിലുള്ള സ്നേഹമാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. അവിടെ ഇരിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ഏത് തറവാട്ടിലുള്ളവരാണെങ്കിലും, ഏത് നാട്ടിലുള്ളവരാണെങ്കിലും, ഏത് ഭാഷ സംസാരിക്കുന്നവരാണെങ്കിലും, ഏത് നിറമുള്ളവരാണെങ്കിലും, ഏത് കുടുംബത്തിൽ നിന്നുള്ളവരാണ്, അൽ മുസ്ലിം അഖുൽ മുസ്ലിം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. നിങ്ങൾക്കിടയിൽ ഒരു അതിർവരമ്പുകളും നിങ്ങൾ നിശ്ചയിക്കാൻ പാടില്ല. ഇന്ന് മുസ്ലിങ്ങളെ ബാധിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രയാസങ്ങളൊന്നതാണ്, അവർക്കിടയിൽ അവർ സ്വയം നിശ്ചയിച്ച അതിർവരമ്പുകൾ അവരകത്തിയിരിക്കുന്നു. ആൾക്കാർക്ക് പരസ്പരം കണ്ടാൽ സലാം പറയുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ്. അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, നിങ്ങളുടെ പേരെന്താണ്, സുഖം തന്നെ, നിങ്ങളേതാ ഗ്രൂപ്പ്, അവിടെയാണ്. ഒരുത്തൻ അവൻ്റെ ഗ്രൂപ്പിൽപ്പെട്ടവനാണ് മറ്റേയാൾ എന്ന് അറിഞ്ഞാൽ എല്ലാവരും ചോദിച്ച് ഇന്നാളറി ആ ഗ്രൂപ്പ് അപ്പള്ളിയിലാണ് പോകുന്നത്, ഇന്ന ഗ്രൂപ്പിലാണെന്ന് അറിഞ്ഞാൽ അവർ അസ്സലാമു അലൈക്കും എന്ന് വീണ്ടും പറയും. നേരത്തെ പറഞ്ഞ സലാമോ അതൊരു സാദാ സീദാ സലാം. രണ്ടാമത് പറഞ്ഞതാണ് യഥാർത്ഥ സലാം. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ പേരിലുള്ള നിങ്ങളുടെ ബന്ധം, ഇസ്ലാമിൻ്റെ പേരിൽ അള്ളാഹു നിങ്ങൾക്കിടയിൽ നിശ്ചയിച്ച ബന്ധം നിങ്ങൾ ഒരിക്കലും ദീനിൻ്റെ പേരിലല്ലാതെ അകറ്റാൻ പാടില്ല. ദീനിൻ്റെ പേര് സഹോദരങ്ങളാണ്. അൽ മുസ്ലിം അഖുൽ മുസ്ലിം, റസൂലുള്ളാഹി പറയാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്ലിം സഹോദരനാണ് മറ്റൊരു മുസ്ലിമിന്. ലാ യസ്ലിമുഹു വലാ യഖ്ദുലുഹു. ഒരു മുസ്ലിം ഒരിക്കലും മറ്റൊരു മുസ്ലിമിനോട് അനീതി കാണിക്കാൻ പാടില്ല, അതിക്രമം കാണിക്കാൻ പാടില്ല. മുസ്ലിമിനോട് കൂടുതൽ ബാധ്യതയും, അതുകൊണ്ടാണ് വേറെയുള്ളവരോട് അതിക്രമം കാണിക്കാന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം കമസലിൽ ജസദിൽ വാഹിദ്. മുസ്ലിമീങ്ങൾ പരസ്പരമുള്ള കാരുണ്യത്തിൻ്റെയും അവർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും കാര്യത്തിൽ അവരുടെ ഉപമ കമസലിൽ ജസദിൽ വാഹിദ്, ഒരൊറ്റ ശരീരം പോലെയാണ്. നമ്മൾ അങ്ങനെയാണോ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ സ്വന്തത്തെക്കുറിച്ച് ചോദിക്കേണ്ട കാര്യമാണ്. ചില ആൾക്കാർ വേറെ ആൾക്കാർ എന്തെങ്കിലും പ്രയാസം ഉണ്ടായി അറിഞ്ഞാൽ ഓനത് അയൽപ്പെട്ടവനല്ലേ, ഓനതിന് വേണം. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാടുകളിൽ മുസ്ലിമീങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വാർത്ത വായിച്ച്, നമ്മൾ പലർക്കും അത്തരം വാർത്തകൾ ഒരു തിരിഞ്ഞു നോക്കാൻ പോലും അർഹതയില്ലാത്ത വിഷയങ്ങളായി മാറിയിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ പേരിലുള്ള ബന്ധം നമുക്കിടയിൽ നിന്ന് നഷ്ടപ്പെടുമ്പോഴാണിത്. ഒരിക്കലും ഒരാൾ, ഞാൻ തമാശയായി ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നത് കൂടിയല്ല, ഒരിക്കൽ ഒരാൾ പറഞ്ഞതാണ്, അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിൽ ഒരാൾ, അയാളിങ്ങനെ റോട്ടിൽ നിൽക്കുമ്പോൾ ഒരു അന്യ സംസ്ഥാനത്തുള്ള ഒരാൾ നടന്നു പോയി. അയാൾ കണ്ടപ്പോൾ സലാം അലൈക്കും, ഇയാൾ സലാം അടക്കില്ല. അല്ല, നിങ്ങളത് സലാം അടക്കാൻ, ഓനൊരു ബംഗാളി. അയാൾ പറഞ്ഞു വാക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിത്തുൻ. ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യത 6 കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്താ? റദ്ദുസ്സലാം, സലാം അടക്കല. എത്ര ആളുകൾ പരസ്പരം കണ്ട സലാം അടക്കില്ല, ഗ്രൂപ്പ് മാറിയതിൻ്റെ പേരിൽ, ടീം മാറിയതിൻ്റെ പേരിൽ. ഇങ്ങനെ ആകരുത് എൻ്റെ സഹോദരങ്ങളെ. ഇസ്ലാമിൻ്റെ പേരിൽ ഒരുമിച്ച് നിൽക്കുക, ദീനിൻ്റെ പേരിൽ ഐക്യപ്പെടുക. പരസ്പരം കണ്ടാൽ അകന്നു പോകുന്ന അവസ്ഥ നമുക്കുണ്ടാകരുത്. ഹദീസിൽ അങ്ങനെ തന്നെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ്. അവിടുന്ന് പറഞ്ഞു, ഫലാ തദാബറു. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പരസ്പരം തിരിഞ്ഞു കളഞ്ഞു പോകരുത്. ഒരുത്തനെ കണ്ടാൽ വേറൊരുത്തൻ തിരിഞ്ഞു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോടുള്ള അവൻ്റെ ബന്ധവും അവൻ്റെ സ്നേഹവും അടുപ്പവും അതിൻ്റെ ഉദാഹരണം ഏതുപോലെയാണ്? കമസലിൽ ജസദിൽ വാഹിദ്, ഒരു ശരീരം പോലെയാണ്. ഇദാ ഇശ്തകാ മിൻഹു ഉദ്വുൻ തദാഅ അലൈഹി സായിറുൽ ജസദി ബിൽ ഹുമ്മ വസ്സഹർ.
ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവത്തിന് പ്രയാസമുണ്ടായാൽ ശരീരത്തിലെ മറ്റവയവങ്ങളെല്ലാം ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ടും പനി വന്നുകൊണ്ടും അതിൽ പങ്കുചേരുകയാണ്. പനി വരുമ്പോൾ ഏതെങ്കിലും ഒരു അവയവം പറയുന്നത് ഞാൻ ഇതിൽക്കില്ല, ഇത് നിങ്ങളായിട്ട് അനുഭവിച്ചു എന്ന് പറയുമോ? ഇല്ല, ശരീരം മുഴുവൻ പനിക്കുകയാണ്. ഉറക്കം നഷ്ടപ്പെടുമ്പോൾ ഏതെങ്കിലും ഒരു അവയവം മാത്രം കുറച്ചു നേരം മാറിയിരുന്ന് ഞാനൊന്ന് കുറച്ചു നേരം ഉറങ്ങട്ടെ എന്ന് പറയുമോ? ഇല്ല, ശരീരം മുഴുവൻ അതിൽ പങ്കുചേരുന്നു. അതുപോലെയാണ് മുസ്ലിം. സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ ഈ ശരീരം നിങ്ങൾ വെട്ടിമുറിക്കരുത്. ദീനിൻ്റെ ഈ ശരീരം നിങ്ങൾ കഷ്ണങ്ങളാക്കരുത്. പുതിയ ചിന്തകൾ കൊണ്ട്, പുതിയ വടികൾ കൊണ്ട്, പുതിയ മാർഗങ്ങൾ കൊണ്ട് ദീനിൽ നിങ്ങൾ അള്ളാഹു റസൂലും എന്താണോ നിങ്ങൾ കേൾപ്പിച്ചു തന്നത് അതിൽ നിൽക്കുക, അതിൻ്റെ പേരിൽ ഒരുമിക്കുക. നമ്മൾ അതിനെന്തുകൊണ്ട് ആവശ്യക്കാരായ സമയമാണ്. രണ്ടാമത്തെ കാര്യം അതാണ്. വമാ ദീനുക എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ദീനി അൽ ഇസ്ലാം,